എൻ്റെ പേര് ഷീബ. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അടുത്തുള്ള ചേച്ചിയാണ്. ഞാൻ കുറേ വർഷങ്ങളായി ചേച്ചീനെ കണ്ടിട്ട്, 20 വർഷത്തോളമായിരുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ പോയപ്പോൾ മോന് തൊണ്ടയിലൊരു മുഴയുണ്ടായിരുന്നു. കുറേ ദിവസങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർമാർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അതിന് എന്താ ഇതിങ്ങനെ ഉണ്ടായതിന് കാരണം എന്താണെന്ന് അറിയില്ലായിരുന്നു. തൊണ്ടയിലെ മസിലിനുള്ളിൽ വെള്ളം കെട്ടിയിട്ട് അതിനുള്ളിൽ ഇൻഫെക്ഷൻ ആയിരുന്നു. ആ ഇൻഫെക്ഷൻ എന്തുകൊണ്ടാണ് വന്നതെന്ന് ഡോക്ടർ പോലും പറഞ്ഞില്ല. അവർക്ക് മെഡിസിൻ പോലും എഴുതാൻ കഴിയുമായിരുന്നില്ല. വെറും ഒരു പാരസെറ്റമോൾ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു കുറച്ച് ദിവസം കഴിയുമ്പോൾ വരൂ എന്ന് പറഞ്ഞു വിട്ടു. നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ ഈ ചേച്ചിയെ കണ്ടു. ചേച്ചീനെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഈ ചേച്ചി ആണോ എന്ന് വിളിച്ച് ചോദിക്കുമ്പം ചേച്ചി പറഞ്ഞു ഞാൻ തന്നെയാണ്, നിങ്ങൾ എന്താണ് ഇവിടെയെന്ന് ചോദിച്ചു. ഞാൻ മോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഇതുപോലെ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് ഞാൻ പോയിരുന്നു, അവിടുന്ന് ഉപ്പും തൈലവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനിത് കൊച്ചിനെ പുരട്ടി കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ചെയ്യൂ, എനിക്കത് വിശ്വാസമാണ്, മാതാവിനെ പറ്റി ഞാൻ കേട്ടു, പക്ഷേ എനിക്ക് അറിവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി കൊടുത്ത് ഉപ്പ് വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. പിന്നെ കാശുരൂപവും കൊന്തയും കൊടുത്തു, കൃപാസനത്തിലെ പത്രവും കൊടുത്തു. ഞങ്ങൾ അതുകൊണ്ട് വീട്ടിൽ പോയി. വീട്ടിൽ ചെല്ലുമ്പോഴേക്കും മോന് ചെറിയ വേദന ഉണ്ടായിരുന്നുള്ളൂ. വലിയ വേദന ഉണ്ടായിരുന്നു, അത് ചെറിയ വേദനയിലേക്ക് മാറി. അപ്പോഴേ എനിക്ക് മനസ്സിൽ തോന്നി ഇത് മാതാവിൻ്റെ ഒരു അനുഭവമാണല്ലോ നമുക്ക് തരുന്നതെന്ന് മനസ്സിലായി. ഞാൻ കൃപാസനത്തിലെ പത്രം എടുത്ത് വായിച്ചു. അതോടൊപ്പം യൂട്യൂബിൽ കാണുന്ന അച്ഛൻ്റെ ടോക്കുകളും കാണാൻ തുടങ്ങി, ധ്യാനങ്ങളും എടുത്ത് കൂടിക്കൊണ്ടിരുന്നു. 2-3 ദിവസത്തിനുള്ളിൽ ആ മുഴ അപ്രത്യക്ഷമായി. എനിക്കത് വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല. എനിക്ക് ഒരേ ഒരു മോനാണ്. ഇതെങ്ങനെ ഉണ്ടായെന്ന് ഡോക്ടർ പറയുമ്പോൾ പോലും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എൻ്റെ ഹസ്ബൻഡും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല, വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോൻ്റെ അടുത്ത് ഞാൻ മാത്രമുള്ളപ്പോൾ ഇങ്ങനെ ഒരു അസുഖം മോന് വരുമ്പം ഞാൻ ആകെ തകർന്നു പോയിരുന്നു. ചേച്ചിയെ കണ്ടു കിട്ടിയത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ വരാനും ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിനോട് അനുഗ്രഹം പറയാനും മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞാനിവിടെ നിൽക്കാനും എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ മാതാവിനെ ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായി. കാരണം ഞാൻ മലയാറ്റൂർ പോയപ്പോൾ മാതാവിൻ്റെ ഒരു രൂപം വാങ്ങിയിരുന്നു. അത് ഞാൻ കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റിൽ വെച്ചിരുന്നു. എനിക്ക് എഴുന്നേൽക്കുമ്പോഴും ഞാൻ കിടക്കുമ്പോഴും എനിക്ക് കാണുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കൃപാസനത്തെ പറ്റി എനിക്ക് അത്ര അറിവുണ്ടായിരുന്നെങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത് സത്യമാണെങ്കിൽ, അമ്മയെന്ന ഈ കൃപാസനത്തിലെ അമ്മയുടെ ജീവനുള്ള രൂപം പ്രത്യക്ഷപ്പെട്ടെന്ന് അറിഞ്ഞ് ഇത് സത്യമാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് രാത്രി കിടക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കിടന്നത്. രാവിലെ 5:30 മണിക്ക് എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥനയോ 5:30 മണിക്കുള്ള പ്രാർത്ഥനയെ പറ്റി ഒന്നും അറിവുണ്ടായിരുന്നില്ല. രാവിലെ 5:30 മണിക്ക് എനിക്ക് പെട്ടെന്ന് ആരോ എന്നെ തട്ടി വിളിക്കുന്ന പോലെ തോന്നി. ഞാൻ എണീറ്റു. ഞാൻ കട്ടിലേലിരുന്ന് നോക്കുമ്പോൾ മാതാവിൻ്റെ അടുത്ത് നിന്ന് നീല വെളിച്ചം എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ ഉടനെ മോനെ വിളിച്ച് കാണിച്ചപ്പം മോൻ എന്നോട് പറഞ്ഞു അമ്മയെ മാതാവിൻ്റെ അടുത്ത് നിന്ന് നീല വെളിച്ചം കാണുന്നുണ്ട്, ഇതെന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. എനിക്കറിയില്ല മോനെ, നല്ല വെളിച്ചം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് സമയം ആ വെളിച്ചം അവിടെ എനിക്ക് കാണാൻ സാധിച്ചു, മോനും കാണാൻ സാധിച്ചു. ഇത് എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. എനിക്ക് എന്നെ ഈ മാതാവിലേക്ക് വിശ്വാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കണം മാതാവ് എനിക്കത് കാണിച്ചു തന്നതെന്ന് ഞാൻ പറയുന്നു. പിന്നെ എൻ്റെ വേറൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നു. ആ പശുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. കാണുന്നവരെല്ലാം വില കുറച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പം എനിക്ക് മാധവനോട് ഞാൻ പറഞ്ഞു എനിക്കതിനെ അത്യാവശ്യം വില കിട്ടണം, ഇല്ലെങ്കിൽ എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു, നീ ഈ പശുവിനെയും വളർത്തിക്കൊണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, നീ പഠിച്ചവളല്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, എൻ്റെ സമയം പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാധവനോട് ഞാൻ എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ഈ പശുവിനെ കൊടുക്കാൻ സാധിക്കണം, അത്യാവശ്യം നല്ലൊരു വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കണം എന്ന് ഞാൻ മാധവനോട് പറഞ്ഞിരുന്നു. അതേ പ്രകാരം എൻ്റെ അയൽവാസിയും പത്മിനി ചേച്ചിയും ആണ് അതിൻ്റെ ഒരു കാരണമെന്ന് ഞാൻ പറയാം. ചേച്ചിയുടെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ചേച്ചി ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നാണ് ആ പശുവിനെ വയ്ക്കാൻ സാധിച്ചത് എനിക്ക്. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ദിവസം എൻ്റെ തൊണ്ടയിലൊരു മുഴ വന്നിട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. അതായത് എൻ്റെ തൊണ്ടയിൽ ഒരു ഭയങ്കര വലിയൊരു മുഴ വന്നിട്ട് അതിൻ്റെ മസിലിൻ്റെ ഇടയ്ക്കാണ് വെള്ളം കയറിയിട്ട് അതിൻ്റെ അടുത്ത് സെക്കൻഡറി ആയിട്ട് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു.
എന്നിട്ട് എനിക്ക് കഴുത്തൊന്നും തിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ പോയി, ഇടുക്കി മെഡിക്കൽ കോളേജ് കാണിക്കാൻ പോയി. അപ്പോഴാണെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞു സ്കാൻ എടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് സ്കാൻ എടുത്ത് നോക്കിയപ്പോഴാണെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞു റീസൺ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ മെഡിസിൻസ് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അത് കാരണം പുറത്തോട്ട് ഇറങ്ങി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ചേച്ചീനെ കണ്ടത്. ചേച്ചിയാണെ വന്നിട്ട് ഇങ്ങനെ ആലപ്പുഴയിൽ ഒരു പള്ളിയുണ്ട്, അവിടെ മാതാവിൻ്റെ തൈലവും കാശിരൂപവും ഉപ്പുമൊക്കെ തന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ പോയപ്പോഴും എനിക്ക് വേദന എന്ന് പറഞ്ഞത് പതുക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പെയിൻ ഇല്ല, ആ മുഴ മാത്രം അവിടെ ഉണ്ട്. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞത്തേക്കും അത് മൊത്തം മാറി. ബേസിക്കലി ഞാൻ മെഡിസിൻസ് ഒന്നും കഴിക്കാത്ത ഒരാളാണ്, നോട്ട് ബൈ എന്താ പറയുക, മെഡിസിൻ കഴിച്ചിട്ട് ഒരു എഫക്ട്സ് ഒന്നും എനിക്ക് തോന്നിയ ഒരു പാരസെറ്റമോൾ മാത്രമേ ഞാൻ കഴിച്ചായിരുന്നു. ബട്ട് ചേച്ചി തന്ന തൈലവും ഉപ്പും കാരണം എൻ്റെ പെയിനും മുഴയും മാറിയത് എനിക്കിപ്പോൾ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞാണ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മറ്റേ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് ആ നീല വെളിച്ചം പ്രതീക്ഷപ്പെട്ടത്. അപ്പോൾ തൊട്ട് എനിക്ക് മാതാവിനുള്ള വിശ്വാസം പിന്നെ കൂടി. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ അസുഖം ശരിയാക്കി തന്നതിന് മാതാവിനും തിരുക്കുമാരനും കോടാനിക്കോടി നന്ദികൾ അർപ്പിച്ചുകൊണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വചനം പറയുന്നത് പോലെ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവാനെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ്. നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും ആ ദൈവത്തിൻ്റെ ചൈതന്യവും ദൈവത്തിൻ്റെ കൃപയും ലഭിക്കുവാനുള്ള ഒരു മാർഗമായി മാറുകയാണ്. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് നമുക്കും ആ കൃപ ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രേക്ഷിത പ്രവർത്തനത്തിൽ കൂടുതൽ തീഷ്ണതയോടെ ഈ മകൾ പറഞ്ഞതുപോലെ എലിസബത്തിൻ്റെ വീട്ടിൽ സന്ദർശിക്കാൻ പോയതുപോലെ തന്നെയാണ് ആ തിടുക്കം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ ജീവിതം, ഉടമ്പടി ജീവിതം ഒരാചാരമല്ല, ദൈവത്തോടുള്ള ഒരു ജീവനുള്ള ബന്ധമാണ്. ഉത്സാഹത്തോടെ ആത്മാവിൽ ജ്വലിച്ച് കർത്താവിൽ സേവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വചനം പറയുന്നത്, അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഇത് പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരീകരണമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലവും കാശുരവും ഒക്കെ കൊടുക്കുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമാണ്. നമുക്കും ഉടമ്പടിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി തീർക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.